ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ കർപ്പൂരത്തിൻ്റെ ചെറിയ ഒരു കഷ്ണം, അതായത് ഒരു ചെറിയ പീസ് കർപ്പൂരം, പച്ചക്കർപ്പൂരം വെച്ച് ഞാനീ പറയുന്ന അത്ഭുതകരമായ കുബേരലക്ഷ്മി എന്ന് പറഞ്ഞ കുബേരലക്ഷ്മിയുടെ രഹസ്യ താളിയോല മന്ത്രമുണ്ട്. അത് വളരെ ലളിതമായ ഒരു ചെറിയൊരു മന്ത്രമാണ്. ആ ഒരു വരി ഉരുവിട്ടുകൊണ്ടുകൂടി ഈ ഒരു പച്ചക്കർപ്പൂരം കത്തിച്ച് ഞാൻ ഈ പറയുന്ന രീതിയിൽ വീട്ടിലത് ചെയ്താൽ മഹാലക്ഷ്മിയുടെയും കുബേര ലക്ഷ്മിയുടെയും കുബേരൻ്റെയും അനുഗ്രഹം ഉണ്ടാകുമെന്ന് മാത്രമല്ല, ഇത് പ്രധാനമായിട്ടും കടബാധ്യതകൾ മാറാൻ, വ്യാപാരം വർദ്ധിക്കാൻ, വീട്ടിൽ സമ്പത്തും ഐശ്വര്യവും വർദ്ധിച്ചു വരുവാൻ, വലിയ സമ്പത്തുണ്ടാകാൻ, ആ സമ്പത്ത് നമുക്ക് അനുഭവിക്കാനുള്ള യോഗം കൂടെ ലക്ഷ്മി കുബേരൻ്റെ അനുഗ്രഹം കൊണ്ട് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അഷ്ടലക്ഷ്മികളും മഹാകുബേരനും വീട്ടിൽ വസിക്കുമെന്നുള്ളതാണ് അവരുടെ അനുഗ്രഹം. ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞു തരുമ്പോൾ നിങ്ങളിത് എല്ലാവരും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം വാട്സപ്പിൽ ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ വരുന്നത് കടം, ലോണ്, ജപ്തി, ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞാണ്. അപ്പൊ അവർക്കെല്ലാം വേണ്ടിയാണ് ഞാനിത് ഇടുന്നത്. കാരണം ഒരു ദിവസം കൊണ്ട് ചെയ്താൽ മാറ്റം ഉണ്ടാകുമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ വിശ്വാസത്തോടെ ആവർത്തിച്ച് ചെയ്യുകയും നമ്മുടെ പരിശ്രമം കൂടെ ഉണ്ടായാൽ ഉറപ്പായിട്ടും വലിയ മാറ്റം ഉണ്ടാകും. കാരണം ഞാനൊരു മന്ത്രം കുറേ പഴയ ഒരു വീഡിയോ പറഞ്ഞു തന്നായിരുന്നു, സ്വർണലക്ഷ്മി മന്ത്രം. അപ്പം അത് ശരിയായിട്ട് ചെയ്ത് ധാരാളം ആളുകൾക്ക് അനുഭവം ഉണ്ടായതായിട്ട് പിന്നീട് എന്നോട് പറയുകയുണ്ടായി വാട്സപ്പ് വഴി. അതായത് ധാരാളം സമ്പത്ത്, ഐശ്വര്യം ഒക്കെ ഉണ്ടായ ആളുകളുണ്ട് സ്വർണലക്ഷ്മി മന്ത്രം ജപിച്ച്. അതൊരു പ്രത്യേക രീതിയിലാണ്, പഴയ വീഡിയോ കാണുന്നവർക്കറിയാം. ആ സ്വർണലക്ഷ്മി മന്ത്രം ഏകദേശം ഒരു കൊല്ലത്തോളം അതങ്ങനെ ചെയ്ത ശേഷം ചിലർക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ചിലർക്ക് ഒരു 6 മാസം, ചിലർക്കും ഒരു 3 മാസം, ചിലർക്ക് 1 മാസം തൊട്ടേ മാറ്റം ഉണ്ടായി. ഇങ്ങനെ പലർക്കും പല രീതിയിലാണ്. അവരുടെയൊക്കെ ഒരു സമർപ്പണവും വിശ്വാസവും ചെയ്യുന്നതിലുള്ള ഒരു ആത്മാർത്ഥതയും കൊണ്ടാണ് ചിലർക്ക് പെട്ടെന്ന് ഫലം വരും, ചിലർക്ക് ചിലപ്പം താമസിച്ചായിരിക്കും. പക്ഷെ എന്തായാലും വിശ്വാസത്തോടെ ചെയ്താൽ ഇന്നലെ നാളെ അതിൻ്റെ ഉയർച്ച ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അനുഭവങ്ങളിലൂടെ മനസ്സിലായ കാര്യം. അപ്പൊ ഇത് നിങ്ങൾക്ക് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഈ കുബേരലക്ഷ്മി എന്ന് പറയുന്നത് കുബേരലക്ഷ്മിയിലാണ്. സ്വർണ്ണലക്ഷ്മിയുടെ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കുറെ ആളുകൾ മെസ്സേജ് ചെയ്തു. അത് ഒരുപാട് പേർക്ക് പെട്ടെന്ന് ഞാൻ പല വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത് കുബേരലക്ഷ്മിയും ഈ കുബേരലക്ഷ്മിയുടെയും കൂടെ എല്ലാവർക്കും പറഞ്ഞു തന്നേക്കാമെന്ന് വിചാരിച്ചതിൻ്റെ കാര്യം. അപ്പൊ അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന കാര്യമാണ്. ഏതൊരാൾക്കും, ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന ഒരു കാര്യമാണ്, ലളിതമായ കാര്യമാണ്, വീട്ടിൽ ചെയ്യാവുന്ന കാര്യമാണ്. ഈ മന്ത്രം ജപിച്ച് രാവിലെ പച്ചക്കർപ്പൂരം വീട്ടിൽ കത്തിക്കണം. ആ രീതി ഞാൻ പറഞ്ഞു തരുന്ന രീതി ചെയ്യണം. ഇത് ആരും പറഞ്ഞു തരത്തില്ല, ഞാനൊരു പ്രത്യേക രീതിയാണ് പറഞ്ഞു തരുന്നത്. വളരെ ലളിതമായ കാര്യമാണ്. പിന്നെ ഈ മന്ത്രം ജപിച്ച് പേഴ്സിൽ പണം വയ്ക്കാം. ഈ മന്ത്രം ജപിച്ച് വ്യാപാരം നടത്തുന്നവർക്ക് രാവിലെ ഒരു നാണയം ആ ക്യാഷ് ബോക്സിനകത്ത് ഇടാം. എന്നിട്ട് വ്യാപാരം തുടങ്ങുക. ഒരു ദിവസം ചെയ്താൽ മാറ്റം ഒന്നും നിർബന്ധമില്ല. പക്ഷെ വിശ്വാസത്തോടെ ആവർത്തിച്ചാൽ ഉറപ്പായിട്ടും ജീവിതത്തിൽ സമ്പത്ത് നേടിയവരുണ്ട്. ഇത് നിങ്ങൾക്കെല്ലാം പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾ കാണുക. അതിനു മുമ്പ് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ജസ്റ്റ് വീഡിയോയിലേക്ക് വരാം. എൻ്റെ മൊബൈല് കംപ്ലൈൻ്റ് ആയിരുന്നു. പഴയ ആ മൊബൈല് കംപ്ലൈൻ്റ് ആയിട്ട് അത് പോയി. കാരണം അതിൽ ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോവുക എന്നുള്ളതായിരുന്നു അതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോഴത് ഞാൻ മൊബൈൽ കടയിൽ നന്നാക്കാൻ കൊടുത്തപ്പം നമ്മുടെ മൊബൈൽ കടയിൽ നമുക്കറിയാവുന്ന ആളാണ്. പുള്ളി പറഞ്ഞത് വേറെ മൊബൈലിലേക്ക് ആക്കി തരാം എന്ന് പറഞ്ഞാൽ എൻ്റെ വേറെ മൊബൈൽ ഉണ്ടായിരുന്നു, അതിലേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം അതിലേക്ക് അദ്ദേഹം ഡാറ്റ മാറ്റിക്കൊണ്ടിരുന്നപ്പം പഴയ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിപ്പോയി, മുഴുവൻ ഇതും അടിച്ചു പോയി. എൻ്റെ ആ മൊബൈലിൽ കിടന്ന കോണ്ടാക്റ്റുകളും എല്ലാം പോയി. അപ്പോൾ അതിൻ്റെ നമുക്ക് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അതിൻ്റെ പുറകെ ആയിരുന്നു ഞാൻ. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ല. കുറേ ഇതായിരുന്നു ആ മൊബൈൽ പോയത് കാരണം. അതുകൊണ്ട് ഇപ്പം വേറൊരു മൊബൈലിലേക്ക് ആക്കിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പം അതുകൊണ്ട് കുറേ വിഷമങ്ങളും കുറേ കാര്യങ്ങളും എൻ്റെ പഴയ മൊബൈലിലെ എല്ലാ ഡേറ്റകളും ആ കോണ്ടാക്റ്റുകൾ കുറച്ച് കിട്ടി, പക്ഷെ ഒരുപാട് പോയി. അപ്പം അത് പിന്നെ ഞാൻ വർക്ക് എടുത്തവരുണ്ട്, അവരെ ഞാനൊരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാം ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കൊടുത്തു. അങ്ങനെ അവർ വീണ്ടും ആ അവർ ഇട്ട ഡീറ്റെയിൽസ് എല്ലാം ഒന്നുകൂടി ഇട്ടു. ഇനിയും ഞാൻ പുതിയ വർക്ക് എടുത്തതിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഞാൻ മെസ്സേജ് അയക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ദയവായിട്ട് എൻ്റെ മൊബൈലിലേക്ക്
പിന്നെ വാട്സപ്പിലേക്ക് അവർ മെസ്സേജ് അയക്കണം. അപ്പം ഞാൻ അവർക്ക് ഡീറ്റെയിൽസ് എന്തൊക്കെ വേണമെന്നുള്ള പറഞ്ഞു കൊടുക്കും. പക്ഷേ ഏറെക്കുറെ ഞാൻ വർക്ക് എടുത്ത എല്ലാവർക്കും ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ഞാൻ മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു, ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതായത് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഞാൻ റിപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്തു എന്നുള്ളതാണ്. കാരണം ഞാനെല്ലാം എഴുതി വെച്ചത്. ഇനി ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്ത ഡീറ്റെയിൽസും, അതായത് ഈ ഏപ്രിൽ എടുത്ത വർക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത്, പേയ്മെൻറ്റ് ചെയ്ത ഡീറ്റെയിൽസും എനിക്ക് അയച്ചു തന്നാൽ ഞാനത് തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യും. വേണ്ട ഡീറ്റെയിൽസൊക്കെ എന്താണെന്ന് പറയും. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. നമുക്ക് എല്ലാവരും മെസ്സേജ് അയക്കുന്നു. നമുക്ക് സ്നേഹമാണ്. നിങ്ങളുടെ സ്നേഹം കൊണ്ട് നിങ്ങൾ മെസ്സേജ് അയക്കുന്നു. എനിക്ക് സന്തോഷം, ഒരുപാട് സന്തോഷമാണ്. എപ്പോഴും ധാരാളം ഗുഡ് മോർണിംഗിൻ്റെ ഫോട്ടോകൾ, പിന്നെ ധാരാളം വീഡിയോസ്, ഇതെല്ലാം ദിവസവും തോറും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ എൻ്റെ മൊബൈലിൽ ഞാൻ ഈ പുതിയ മൊബൈലിലോട്ട് മാറ്റിയിട്ടും ഇന്ന് രാവിലെ 4040 ഫോട്ടോസാണ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ ദിവസം തോറും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഗുഡ് മോർണിംഗ് ഉണ്ട്, ഫോട്ടോയുണ്ട്, പല വീഡിയോകളുടെ ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട്. നമ്മൾ ഈ ഗുഡ് മോർണിംഗ് ഇടുന്നതിലും ഈ വീഡിയോകൾ അയച്ചിരുന്നതിലും ഒന്നും അല്ല സ്നേഹം. നിങ്ങളുടെ സ്നേഹം കൊണ്ട് അയക്കുന്നതാണ്. എനിക്ക് സന്തോഷമാണ്. പക്ഷെ എൻ്റെ മൊബൈലിൽ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നത്. ഇവരെല്ലാം കൂടി ഇങ്ങനെ ഗുഡ് മോർണിംഗും അല്ലെ കുറേ അവിടെ ഇവിടെയും കാണുന്ന വീഡിയോസും ഒക്കെ എനിക്ക് അയച്ചു തന്നെ എൻ്റെ മൊബൈൽ ഹാങ് ആയപ്പോൾ. ഇവിടെയും ആ മൊബൈൽ പോകാനൊക്കെ ഒരു കാരണവും ഈ ഡാറ്റകൾ ഒരുപാട് വന്നുകൊണ്ടാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. നമ്മൾ ഈ ഗുഡ് മോർണിംഗ് അയക്കുന്നതിലല്ല സ്നേഹം, നമുക്ക് അതിലല്ല സ്നേഹം ഇരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അത് ഒരു ചെറിയ വോയിസ് ആയിട്ട് ചുരുക്കി എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും അതിന് ഞാനൊരു പരിഹാരം പറഞ്ഞു തരും. അതൊക്കെയാണ് സന്തോഷം, അതൊക്കെയാണ് സ്നേഹം. അതിന് ഫീസൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് വിശകലനം ചെയ്യണമെങ്കിൽ അത് ചെറിയ നിശ്ചിത ഫീസുണ്ട്. എങ്കിലും എന്നാലാകുന്ന രീതിയിൽ എല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെയാണ് ആ സ്നേഹം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് അയക്കുന്നതിലൊന്നും അല്ല സ്നേഹം ഇരിക്കുന്നത്. അത് നമുക്ക് കുറേ ആയി കഴിയുമ്പം ഇന്ന് ഞാൻ 4000 ഫോട്ടോസ് തന്നെ, വീഡിയോസ് അല്ല, 4000 ഫോട്ടോസ് തന്നെ പുതിയ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ എത്ര എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരാൾക്കായിരിക്കും നിങ്ങൾ അയക്കുന്നത്. പക്ഷെ എനിക്കിങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ ദിവസവും വന്നു കഴിഞ്ഞാൽ മൊബൈൽ ഉറപ്പായിട്ടും എൻ്റെ മൊബൈൽ അനങ്ങത്തില്ല. പിന്നെ അപ്പം അത് ഒന്ന് മനസ്സിലാക്കുക. ഞാനിനി വീഡിയോയിലേക്ക് വരികയാണ്. സ്നേഹമെല്ലാം മനസ്സിലാണ്. ഗുഡ് മോർണിംഗ് അയക്കുന്നതിലും വീഡിയോ അയക്കുന്നതിലും ഒന്നും അല്ല. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള അത്യാവശ്യം മെസ്സേജുകൾ അയക്കാം. അതിന് ഞാൻ മറുപടി തരും. ശ്രദ്ധയിൽപ്പെട്ട ചുരുക്കി അയക്കണം, ചുരുക്കി വോയിസായിട്ട്. അതെല്ലാം സന്തോഷമാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇനി വീഡിയോയിലേക്ക് വരികയാണ്. ഇന്ന് പറയാൻ പോകുന്നത്, നമ്മളുടെ വീട്ടിൽ മഹാലക്ഷ്മിയുടെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ നിങ്ങൾ ആ ഫോട്ടോയുടെ മുന്നിൽ ചെയ്യുക. ഇനി ഫോട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് മഹാലക്ഷ്മിയെ സങ്കല്പിച്ച് ചെയ്താൽ മതി. ഈ ലക്ഷ്മി കുബേര മന്ത്രമാണ്. പക്ഷേ മഹാലക്ഷ്മിയുടെ ഫോട്ടോയുടെ മുന്നിൽ ചെയ്യുക. അല്ലെങ്കിൽ ഫോട്ടോ ഇല്ലാത്തവർ വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ഈ ലക്ഷ്മിയെ സങ്കല്പിച്ചാൽ മതി. കുബേരൻ്റെ അനുഗ്രഹം വന്നോളും കേട്ടോ. അപ്പോൾ ഇനി ഫോട്ടോ ഉള്ളവരാണെങ്കിൽ ഫോട്ടോ ഇപ്പം കിഴക്ക് ഇരിക്കുവാണേലും പടിഞ്ഞാറ് ഇരിക്കുവാണെങ്കിലും ഏത് ദിക്കിലേക്ക് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ ഫോട്ടോയ്ക്ക് അഭിമുഖമായിട്ട് നിന്ന് ആദ്യം ഒരു തട്ടം എടുക്കുക, ഒരു പ്ലേറ്റ് എടുക്കുക, നമ്മൾ ഉപയോഗിക്കാത്ത ആ പ്ലേറ്റിനകത്ത് ഒരു നാണയം അല്ലെങ്കിൽ ഒരു നോട്ട്, 10 രൂപയോ 50 രൂപയോ എത്രയാണെന്ന് വെച്ചാൽ നോട്ട് വെച്ച് ഈ മന്ത്രം ജപിച്ച് മഹാലക്ഷ്മിയെ ഒന്ന് കാണിക്കണം. എന്നിട്ട് ആ തട്ടത്തിൽ നിന്ന് ആ നോട്ടോ നാണയോ എടുത്ത് മാറ്റി നിങ്ങളുടെ പോക്കറ്റിൽ വെക്കുക. അതിനുശേഷം ഒരു പച്ചക്കർപ്പൂരത്തിൻ്റെ ഒരു പീസ് ആ തട്ടത്തിൽ വെച്ച് കത്തിച്ച് വീണ്ടും ഞാൻ ഈ പറയുന്ന മന്ത്രം പറഞ്ഞുതരാം. ഈ മന്ത്രം ജപിച്ച് മഹാലക്ഷ്മിയെ ഒന്ന് കാണിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. 3 തവണ മന്ത്രം ജപിക്കണം. നാണയം അല്ലെ നോട്ട് വെച്ച് 3 തവണ ജപിക്കണം. ആ ജപിച്ചു കഴിഞ്ഞാൽ നാണയം അല്ലെ നോട്ട് എടുത്ത് പോക്കറ്റിൽ വെക്കുക. എന്നിട്ട് പിന്നെ പച്ചക്കർപ്പൂരം മാത്രം ഒരു കഷ്ണം വെച്ച് 3 തവണ മന്ത്രം ജപിച്ച് മഹാലക്ഷ്മിയെ കാണിക്കണം. തട്ടത്തിൽ വെച്ച് ഫോട്ടോയെ കാണിച്ചാൽ മതി. ഇനി ഫോട്ടോ ഇല്ലാത്തവർ വടക്കോട്ട് തിരിഞ്ഞു നിന്ന് മഹാലക്ഷ്മിയെ സങ്കല്പിച്ച് ചെയ്താൽ മതി. ഫോട്ടോ ഉള്ളവർ ഫോട്ടോ കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന ഏത് ദിക്കിലാണെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ മുന്നിൽ ആ ഫോട്ടോയ്ക്ക് നേരെ നിന്ന് ചെയ്താൽ മതി. അപ്പം മന്ത്രം ഇതാണ്: ഓം ശ്രീം ഹ്രീം ഐം കുബേരലക്ഷ്മ്യൈ കമലധാരിണ്യൈ ധനാകർഷണ്യൈ സ്വാഹ
കുബേരലക്ഷ്മിയായി, അതിലാണ് രഹസ്യം ഇരിക്കുന്നത്. കമലധാരണ്യായി, ആ ഒരു ഉച്ചാരണത്തിൽ കാര്യമുണ്ട് കേട്ടോ. ധനാകർഷണ്യായി, അവസാനം ഇന്നേ അല്ലെ ഐ എന്ന് വരുന്ന ആ ഉച്ചാരണത്തിൽ ഒരു രഹസ്യമുണ്ട്. അത് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം, നോക്കിയിട്ട് ജപിക്കാവുള്ളൂ. ഒന്നുകൂടെ ഞാൻ ജപിക്കാം. ഓം ശ്രീം ഹ്രീം ആയിം കുബേരലക്ഷ്മ്യൈ കമലധാരണ്യൈ ധനാകർഷണ്യൈ സ്വാഹ. ഇതാണ് മന്ത്രം. ഈ മന്ത്രം നിങ്ങൾ ഭക്തിയാദരവോടുകൂടി മനഃശുദ്ധിയോടുകൂടി നിങ്ങളെ മന്ത്രം ജപിച്ച് ഈ പറഞ്ഞ രീതിയിൽ ചെയ്താൽ, നിത്യേന രാവിലെ ചെയ്യണം. ഇതിന് ശുദ്ധി അശുദ്ധി ഒന്നുമില്ല. അങ്ങനെ ചെയ്തു പോന്നാൽ നിങ്ങളുടെ സർവ്വ കടബാധ്യതകളും മാറാനും അതുപോലെ തന്നെ സമ്പത്ത് വർദ്ധിച്ചു വരാനും വലിയ രീതിയിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകാനും ദിവസവും നമ്മുടെ ജീവിതത്തിലേക്ക് ഈ കുബേരന്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം ഉണ്ടാകാനും അഷ്ടലക്ഷ്മികളും വീട്ടിൽ വസിക്കുവാനും അതുപോലെ തന്നെ മഹാകുബേരന്റെ അനുഗ്രഹവും വീട്ടിൽ ഉണ്ടാകാൻ ഉപകരിക്കും. ഇതൊരു ചെറിയ കാര്യമല്ല. ഞാനിപ്പോ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ചെറിയ കാര്യമാണ്. ഒരിക്കലുമല്ല. ഇതൊരു സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്, പക്ഷെ വലിയ കാര്യമാണ്. നിങ്ങളുടെ തലയിലെടുത്ത് മാറ്റുന്ന, നിങ്ങളുടെ ജീവിതം മാറ്റുന്ന അത്ഭുതകരമായൊരു വിദ്യ തന്നെയാണ്, അത്ഭുതകരമായൊരു മന്ത്രം തന്നെയാണ്. ഞാൻ ഒരു കാര്യം വെറുതെ പറയത്തില്ലെന്ന് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. അതുപോലെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ ജീവിതത്തിൽ അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. ശരിയായിട്ട് ചെയ്തില്ലേ ഗുണം ഉണ്ടാകത്തുമില്ല. അതുകൂടെ മനസ്സിലാക്കിയിട്ട് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. കാരണം എല്ലാം നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ഓം ശ്രീം ഹ്രീം ഹായ കാ ജപിക്കരുത്. ഒന്നുകൂടെ പറയാം. ഓം ശ്രീം. ശ്രീം എന്നുള്ളത് നല്ലതായിട്ട് ഉച്ചരിക്കണം. ശ്രീം നല്ല രീതിയിൽ തന്നെ ഉച്ചരിക്കുക. ശ്രീം ഇങ്ങനല്ല, നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ഉറച്ച മനസ്സോടുകൂടി ഉച്ചരിക്കണം. ഓം ശ്രീം ഹ്രീം ആയിം കുബേരലക്ഷ്മ്യൈ. വ്യക്തമായിട്ട് ഉച്ചരിക്കണം. നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ഉറച്ച മനസ്സോടെ ഉച്ചരിക്കണം. അപ്പോഴത് ഫലം ഉണ്ടാകുന്നത്. അല്ലാതെ ഓം ശ്രീം ഹ്രീം പേടിച്ച് പറഞ്ഞാൽ വെറുതെ സമയം കളയാന്നുള്ളൂ. ഞാൻ ഇതിന്റെ രഹസ്യമാണ് പറഞ്ഞു തരുന്നത്. ഉറച്ച മനസ്സോടുകൂടി നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ, എന്ന് വെച്ചാൽ നാട്ടുകാരെല്ലാം കേൾക്കണ്ട, നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ഉറച്ച മനസ്സോടുകൂടി ജപിക്കണം. നല്ല ഉറച്ച ശബ്ദത്തിനകത്ത് ഉറച്ച മനസ്സ് കാണും. ഉറച്ച മനസ്സുള്ളവനെ ഉറച്ച ശബ്ദം വരത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാവുന്നുള്ളൂ. ഓം ശ്രീം ഹ്രീം ഐം കുബേരലക്ഷ്മ്യൈ കമലധാരണ്യൈ ധനാകർഷണ്യൈ സ്വാഹ. ഇങ്ങനെ ഉച്ചരിക്കണം. അങ്ങനെ ഉച്ചരിക്കുമ്പോഴേ അത് ഫലം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ മന്ത്രം ചൊല്ലിയെന്ന് പറഞ്ഞിട്ടോ കർപ്പൂരം കാണിച്ചെന്ന് പറഞ്ഞിട്ടോ ഒരു ഫലം ഉണ്ടാകാൻ പോകുന്നില്ല. ചെയ്യേണ്ട രീതി ചെയ്താൽ അത് മതി ജീവിതം രക്ഷപ്പെടാൻ. എല്ലാം കുബേരനും ലക്ഷ്മിയും എല്ലാം നൽകുമെന്നുള്ളതാണ്. ഇനിയും ഈ മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾ ഒരു നാണയമോ ഒരു നോട്ടോ നിങ്ങളുടെ പണപ്പെട്ടിയിലിടുക. നിങ്ങളുടെ ഇനി വീട്ടിലെ നിങ്ങളുടെ ഒരു അലമാരിക്കകത്തോ അല്ലെങ്കിൽ മേശയ്ക്കകത്തോ ഏത് മുറിയുടെ ആണെങ്കിലും തെക്ക് പടിഞ്ഞാറേ മൂലയിൽ പടിഞ്ഞാറേ ഭിത്തിയുടെ ആ ഭാഗത്തായിട്ട് കിഴക്കോട്ട് നോക്കി അലമാരിയോ ഒക്കെ വെക്കുക. നല്ലതാണ്. അതിൽ ഒരു ട്രോയ്ക്കകത്ത് പച്ച പട്ടനകത്ത് പണം ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഒരു നാണയം അല്ലെങ്കിൽ ഒരു നോട്ട് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ദിവസവും വയ്ക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിന് അത് വേണേൽ ഉപയോഗിക്കുക. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യം വന്നാൽ എടുത്ത് ഉപയോഗിക്കാം. ഇത് നിത്യേന ചെയ്യുക. അത് കൂടാതെ നിങ്ങൾ ഒരു തവണ ജപിച്ചാൽ മതി മന്ത്രം. ഈ മന്ത്രം ജപിച്ചിട്ട് പണം വെക്കുക. അത് വലത് കൈ കൊണ്ട് വെക്കാം, ഇടത് കൈ കൊണ്ട് വെക്കാം, അതിനൊന്നും കുഴപ്പമില്ല. ഇനിയും നിങ്ങളുടെ ഒരു വ്യാപാര സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ക്യാഷ് ബോക്സിനകത്ത് പണപ്പെട്ടിക്കകത്ത് വ്യാപാരം തുടങ്ങുന്നതിന് മുമ്പ് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഒരു നാണയമോ ഒരു നോട്ടോ ഇടുക. എന്നിട്ട് വ്യാപാരം തുടങ്ങുക. കാരണം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. കച്ചവടക്കാരുണ്ട്, റെസ്റ്റോറൻറ്റുകാരുണ്ട്, ബ്യൂട്ടി പാർലർ നടത്തുന്നവരുണ്ട്, ഒരുപാട് ബിസിനസ് ചെയ്യുന്നവരുണ്ട്, സാധാരണക്കാരുണ്ട്. ഈ സാധാരണക്കാർക്ക് വീട്ടിൽ ചെയ്യാനുള്ള കാര്യം പറഞ്ഞു. ഇനിയും വീട്ടിൽ ചെയ്യാനാണ് പച്ചക്കർപ്പൂരം കത്തിച്ചുള്ള കാര്യവും പറഞ്ഞു. ഈ അലമാരിക്കകത്ത് വെക്കുന്ന കാര്യവും പറഞ്ഞു. കച്ചവടക്കാർക്ക് ഓഫീസിൽ ചെയ്യാനുള്ള കാര്യവും പറഞ്ഞു. എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനിയും പച്ചക്കർപ്പൂരം പച്ചമരുന്ന് കടയിൽ കിട്ടും. വലിയ വിലയൊന്നുമില്ല, 150 രൂപ കൊടുത്താൽ ഇഷ്ടം പോലെ കിട്ടും.
അതിൽ ഒരു പീസ് എടുത്ത് കത്തിച്ചാൽ മതി. പറഞ്ഞ മനസ്സിലായില്ലേ? പച്ചമരുന്ന് കടയെ കിട്ടും പച്ചക്കർപ്പൂരം. ഇനി വലിയൊരു പീസാണെങ്കിൽ അത് ഒടിച്ച് ഒരു ചെറിയ പീസാക്കിയിട്ട് കത്തിച്ചാലും മതി, അതിൻ്റെ അകത്തൊന്നും കുഴപ്പമില്ല. മനസ്സിലാവുന്നുണ്ടോ? കർപ്പൂരം ഇനി അത് കത്തി തീർന്നാൽ തീരുമ്പോൾ ഒരെണ്ണം കൂടെ കത്തിക്കണം, അത്രയേ ഉള്ളൂ. ചെറിയ പീസാണ്, പെട്ടെന്ന് കത്തി തീർന്നാൽ ഒരെണ്ണം കൂടെ കത്തിക്കുക. 3 തവണ മന്ത്രം ജപിക്കണമല്ലോ. എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊക്കെ സൗകര്യം പോലെ ചെയ്തു, അതിൻ്റെ അകത്തൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഒരു വലിയ പീസാണ്, അത് ഒടിച്ച് നമ്മൾ ചെറിയ പീസ് കത്തിച്ചു. മന്ത്രം ഒരു തവണ ചെല്ലിയപ്പോൾ ആ കർപ്പൂരം കത്തിച്ച് തീർന്നു പോയി, ഒരു കുഴപ്പമില്ല. നിങ്ങൾ അടുത്ത 2 തവണയും കൂടെ ചെല്ലുക. അപ്പം പിന്നെയും കർപ്പൂരം കത്തിക്കണമെന്നില്ല. ഒരു ചെറിയ പീസാണെങ്കിലും കർപ്പൂരം കത്തി തീർന്നു കഴിഞ്ഞ് നിങ്ങൾ 3 തവണ ജപിക്കുന്നതിന് മുമ്പ് കർപ്പൂരം കത്തി തീർന്നാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ബാക്കി മന്ത്രം അങ്ങ് ജപിച്ചാൽ മതി കേട്ടോ, അതിൻ്റെ അകത്തൊന്നും കുഴപ്പമില്ല. നിങ്ങളുടെ മനസ്സാണ് ആ ദേവതയിൽ ചൊല്ലണം, ചെയ്യുന്ന ആത്മാർത്ഥയോടെ ചെയ്യണം. മന്ത്രം ചൊല്ലുന്നത് ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി മറ്റു ചിന്തകളൊന്നുമില്ലാതെ ഒരു ആ ഈശ്വര എന്നുള്ള പ്രാർത്ഥനയിൽ ആ മഹാലക്ഷ്മി കുബേര എന്നുള്ള ചിന്തയിൽ മന്ത്രം ജപിക്കുക. ആ ജപിക്കുന്ന സമയം എനിക്ക് ലോണുണ്ട്, കടമുണ്ട്, അല്ലെ എനിക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഈ ചിന്തയെല്ലാം കളയണം. ഒരു ചിന്തയും ഇല്ലാതെ ലക്ഷ്മി കുബേരനെ മാത്രം ചിന്തിച്ച് നിഷ്കളങ്കമായ മനസ്സോടുകൂടി മന്ത്രം ജപിക്കണം. ഒന്നും പറയണ്ട, ബാക്കിയെല്ലാം തന്നോളും. എനിക്ക് അത് വേണം ഇത് വേണമെന്നൊന്നും പറയണ്ട. മന്ത്രം ജപിക്കുന്ന സമയം മറ്റു ചിന്തകളൊന്നും പാടില്ല. ലക്ഷ്മി കുബേരൻ എന്നുള്ള ചിന്തയെ കാണാവുള്ളൂ. ഒന്നും ആവശ്യപ്പെടേണ്ട, എല്ലാം തന്നോളും. ഇത് ദിവസവും രാവിലെ ചെയ്യാം വീട്ടില്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യണം. ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞ് ഇങ്ങനെ കർപ്പൂരം കത്തിച്ച് മന്ത്രം ജപിച്ചു കഴിഞ്ഞ് നിങ്ങൾ വടക്കോട്ട് തിരിഞ്ഞു നിന്ന്, അല്ലെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന്, അല്ലെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന്, ഇതിലേതെങ്കിലും ഒരു രീതി ചെയ്യാം. നിങ്ങൾ ശ്വാസം പതുക്കെ ഉള്ളിലേക്ക് എടുക്കുക. അപ്പോൾ ഒരു വെള്ള പ്രകാശമാണ് ഉള്ളിലോട്ട് വരുന്നതെന്ന് സങ്കല്പിക്കുക. അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ വയറ്റിലേക്ക് ചെല്ലുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് ആ വെള്ളപ്രകാശം ദിവ്യമായ ബോധമാണ് എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് എടുത്ത് പിടിക്കുകയൊന്നും വേണ്ട, എടുത്ത് പതുക്കെ വിടുക, ദീർഘമായിട്ട് വിടുക. വിടുമ്പോഴേ ആ സ്വർണ്ണ നിറത്തിലുള്ള സ്വർണ്ണ നിറം അല്ലെ മഞ്ഞ നിറത്തിലുള്ള പ്രകാശമാണ് നിങ്ങൾ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നതായിട്ട് സങ്കല്പിക്കുക. അങ്ങനെ ഒരു 3 തവണ ചെയ്യുക, അല്ലെ 1 തവണ ചെയ്യുക. അപ്പൊ ശ്വാസം എടുക്കുമ്പം പതുക്കെ ഒരു വെള്ളപ്രകാശം ആണ്, ഈ ഒരു വെള്ളപ്രകാശമാണെന്ന് സങ്കല്പിച്ച് നിങ്ങളുടെ ഉള്ളിൽ ആ വയറ്റിലേക്ക്, നെഞ്ചിലകത്തോടെ വയറ്റിലേക്ക് നിറയുന്നതായിട്ട് സങ്കല്പിക്കുക. അത് ദിവ്യബോധമാണെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് എടുത്ത് പിടിക്കുകയൊന്നും വേണ്ട, പതുക്കെ വിടുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ. എന്നിട്ട് പതുക്കെ ഇതൊരു മഞ്ഞ നിറത്തിലുള്ള പ്രകാശം, മഞ്ഞ നിറത്തിലുള്ള പ്രകാശം ആണെന്ന് സങ്കല്പിച്ച് വെളിയിലോട്ട് പതുക്കെ ദീർഘമായിട്ട് വിടുക. അപ്പൊ പതുക്കെ ദീർഘമായിട്ട് എടുക്കുക. വെള്ളപ്രകാശം സങ്കല്പിച്ച് ദിവ്യബോധമാണെന്ന് വിചാരിച്ച്, എന്നിട്ട് പതുക്കെ മഞ്ഞ നിറത്തിലുള്ള പ്രകാശമാണെന്ന് സങ്കല്പിച്ച് പതുക്കെ പുറത്തോട്ട് വിടുക ദീർഘമായിട്ട്. ഇത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക. എടുത്ത് പിടിക്കേണ്ട, ദീർഘമായിട്ട് പതുക്കെ എടുത്ത് ദീർഘമായിട്ട് വിട്ടാൽ മതി. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക, പറ്റുന്നവർ ചെയ്യുക. ഇതുകൂടെ ചെയ്താൽ നല്ലതാണ്, ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ മന്ത്രത്തിന്റെ കൂടെ ഇതുകൂടെ ചെയ്താൽ സർവവശ്യം ഉണ്ടാകും. മാത്രമല്ല കുറച്ചുകൂടി നല്ലതാണ്, പെട്ടെന്ന് ജീവിതത്തിലൊരു അഭിവൃദ്ധി ഉണ്ടാകാൻ നല്ലതാണ്. പറ്റുന്നവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യണ്ട. ചെയ്യുന്നവർ നല്ലതായിട്ട് ശരിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇത് ചെയ്തില്ലേലും ഈ കർപ്പൂരത്തിന്റെ വിദ്യ മാത്രം ചെയ്താലും കുബേരലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും. വലിയ സമ്പത്തും ഐശ്വര്യവും സർവൈശ്വര്യം ഉണ്ടാകും. പക്ഷെ ഇതുകൂടെ ചെയ്താൽ കുറച്ചുകൂടി നല്ലതാണ്. ഇനി ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല. കർപ്പൂരത്തിന്റെ വിദ്യ മാത്രം ചെയ്താലും സർവവശ്യവും അനുഗ്രഹവും വലിയ സമ്പത്തും എല്ലാം ഉണ്ടായി വരും. അതിൻ്റെ അകത്തൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, വ്യക്തമായിട്ടാണ് പറഞ്ഞിരുന്നത്. ഇനി കുബേരനെ ലക്ഷ്മിയെ വിളിക്കുമ്പോൾ നിങ്ങൾ കഴിവതും രാവിലെ ഒരു സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേക്കാൻ ശ്രമിക്കണം. അതായത് സൂര്യോദയം ഏകദേശം ഒരു 6:30 ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 5 മിനിറ്റോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മുന്നോട്ടോ പുറകോട്ടോ വരും. അപ്പം നിങ്ങൾ ഒരു 6 മണിക്കെങ്കിലും അല്ലെങ്കിൽ ഒരു 5:30 എഴുന്നേക്കാൻ ശ്രമിക്കണം. പറ്റുന്നവർ ചെയ്യുക. ഇനി പറ്റാത്തവർ എഴുന്നേറ്റില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ കർപ്പൂരത്തിന്റെ വിദ്യ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ചെയ്താൽ മതി, ഫലം കിട്ടും. പക്ഷേ ആ ഒരു സമയത്ത് ഒരു 6:30 മുമ്പായിട്ട് ഒരു 6 മണിക്കോ 5:30 എഴുന്നേറ്റ് ഈ വിദ്യ ചെയ്താൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും, പെട്ടെന്ന് ജീവിതം മാറും. അതുകൊണ്ട് പറഞ്ഞതാണ്, പെട്ടെന്ന് ജീവിതം മാറാനല്ലേ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. നമുക്കതൊരു സന്തോഷമാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർ അങ്ങനെ ചെയ്യുക. ഇനി അതല്ല, ചിലർക്ക് നേരത്തെ എഴുന്നേക്കാൻ പറ്റാത്തവരാണെങ്കിലും നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ചെയ്താൽ മതി കർപ്പൂരത്തിന്റെ വിദ്യ, എങ്കിലും ഫലം ലഭിക്കും. അതിനകത്ത് യാതൊരു
സംശയം വേണ്ട. പിന്നെ നമ്മൾ ഏത് ഫോട്ടോ വെച്ചാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് കണ്ടോ, ഇതൊരു ഫോട്ടോ ആണെന്ന് വിചാരിക്കുക. ഒരു മഹാലക്ഷ്മിയുടെ ഫോട്ടോ ആണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു ഫോട്ടോ ആണെന്ന് വിചാരിച്ചു. ഈ ഫോട്ടോയുടെ പുറകെ കൊണ്ട കണ്ണാടി വെക്കരുത്. അല്ല, ഇത് ഫോട്ടോ ആണെങ്കിൽ ഈ ഫോട്ടോയുടെ പുറകിൽ കൊണ്ട കണ്ണാടി വെക്കരുത്. എപ്പോൾ ശ്രദ്ധിച്ചോണം. ഇത് കണ്ണാടിയാന്ന് വിചാരിച്ചു, ഇത് ഫോട്ടോയാണ്. ഫോട്ടോയുടെ പുറകിൽ കൊണ്ട് ഇങ്ങനെ കണ്ണാടി വെക്കരുത്. സൈഡിൽ വെക്കാം, വേണമെങ്കിൽ. വെക്കണോ നിർബന്ധമില്ല, വേണമെങ്കിൽ വെക്കാം. ഇനിയിപ്പോൾ വെച്ചാൽ നല്ലതാണ്. മഹാലക്ഷ്മിയുടെയോ കൃഷ്ണൻ്റെയോ ഫോട്ടോയുടെ സൈഡിൽ ഒരു മുഖം നോക്കുന്ന കണ്ണാടി വെച്ചാൽ നല്ലതാണ്. സൈഡിലേ ആകാവുള്ളൂ, പുറകെ കൊണ്ട് വെക്കരുത്. അതുപോലെ തന്നെ ഇതൊരു പ്രതിമയാണെന്ന് വിചാരിച്ചു, കൃഷ്ണൻ്റെ ഇതേണ്ട ഇതുപോലൊരു പ്രതിമ, അതിൻ്റെ പുറയിലും കൊണ്ട് വെക്കരുത്. സൈഡിൽ വെക്കാം. പലരും പല അബദ്ധങ്ങളും കാണിക്കാറുണ്ട്, അത് നല്ലതല്ല കേട്ടോ. ഈ അത് പിന്നെ നിങ്ങൾക്കത് ഗുണം ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ശരിയെന്ന് തോന്നിയ ഒരു കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഗുണം ചെയ്യും. അപ്പോൾ ഇതെല്ലാം ജീവിതത്തിൽ ഒരുപാട് ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. അതായത് ഈ കുബേരലക്ഷ്മി എന്ന് പറഞ്ഞാൽ കുബേരൻ്റെയും ലക്ഷ്മിയുടെയും വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതാണ് കുബേരലക്ഷ്മി. ഈ കൈ ഇവിടെ ഉറസുമ്പോൾ ചെറിയൊരു ശബ്ദം പോലെ കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് കൈ ഇവിടെ ഇങ്ങനെ മുട്ടുമ്പോൾ ചിലപ്പം കേൾക്കണമെന്ന് നിർബന്ധമില്ല. ഏതായാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവിടെ കുബേരനും കുബേരലക്ഷ്മി എന്ന് പറഞ്ഞാൽ കുബേരൻ്റെയും ലക്ഷ്മിയുടെയും അനുഗ്രഹം എന്ന് പറഞ്ഞാൽ വലിയ സമ്പത്ത് നൽകുന്നതാണ്, വലിയ ഐശ്വര്യങ്ങൾ നൽകുന്നതാണ്. ഈ വലിയ വലിയ ബിസിനസ്സുകാരും വലിയ സമ്പന്നരായിട്ടുള്ള വ്യക്തികൾക്കും ഇങ്ങനെ ഇപ്പം മാർവാടീസ് അവർക്കൊക്കെ ഇങ്ങനെ ചില രഹസ്യ വിദ്യകൾ, അത് ലക്ഷ്മിയുടെ മന്ത്രമായിരിക്കാം, ചിലപ്പം കുബേരൻ്റെ മന്ത്രമായിരിക്കാം, ചിലപ്പം കുബേരലക്ഷ്മിയുടെ ആയിരിക്കാം. ഇവരുടെ ഇതൊക്കെ ഇങ്ങനെ ചില രഹസ്യ വിദ്യകളുണ്ട്. അവരുടെ പൂജാമുറിയിൽ അവർ ചില പ്രത്യേക മന്ത്രങ്ങൾ, അല്ലെ വലിയ സമ്പത്തുണ്ടാക്കിയവർ ഒക്കെ ഇങ്ങനെ ചില കാര്യങ്ങൾ പലപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ആരോടും പറയത്തുമില്ല. അത്തരം കാര്യങ്ങൾ പലരും അറിയാറുമില്ല. ചുമ്മാ ഈ നമ്മൾ അവിടെ ഇവിടെയും കാണുന്ന പല കാര്യങ്ങളും ഒക്കെ ചെയ്ത് നമ്മൾ നടക്കും. അങ്ങനെയൊന്നുമില്ല. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ അറിയേണ്ടത്. അതായത് സമ്പന്നരായിട്ടുള്ള പല വ്യക്തികളും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ പറയാം, നിങ്ങൾക്ക് ചിലപ്പോൾ അത് പ്രയോജനപ്പെടും. ഒന്ന്, ഗുരുവായൂർ ദർശനം. സത്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ഗുരുവായൂർ ദർശനം സമ്പത്ത് നൽകും. കാരണം ഞാൻ പറഞ്ഞിട്ട്, ഈ നാവ് കൊണ്ട് പറഞ്ഞിട്ട് വലിയ സമ്പത്തുണ്ടായവരുണ്ട്. അവിടെ പോയി എല്ലാ മാസവും ഗുരുവായൂരപ്പനെ ദർശനം നടത്തുന്നവരുണ്ട്. വലിയ സമ്പത്ത് അതിനുശേഷം വന്നു ചേർന്നവരുണ്ട്. സത്യസന്ധമായിട്ടാണ് പറയുന്നത്, ഭഗവാനെ നിർത്തിക്കൊണ്ടാണ് പറയുന്നത്. 2, ചോറ്റാനിക്കര അമ്പലത്തിലെ ദർശനം. അപാരമായ സമ്പത്ത് വരും. എന്ന് വെച്ചാൽ ഇന്ന് ചെന്നാൽ നാളെ സമ്പത്ത് തരുമെന്നല്ല പറഞ്ഞത്. വിശ്വാസത്തോടെ നമ്മൾ മാസത്തിൽ 1 വീതം പോയി നമ്മളെ കൊണ്ട് കഴിയുന്ന വഴിപാട് ചെയ്താൽ മതി. നമ്മുടെ മനസ്സ് സമർപ്പിക്കുക, അപാരമായ സമ്പത്ത് ഉണ്ടാകും. 3, ചൊവ്വാഴ്ച ഹനുമാൻ സ്വാമിക്ക് തേങ്ങ വഴിപാട് സമർപ്പിച്ചാൽ സമ്പത്ത് വരും. ആശ്ചര്യപരമായ കാര്യമാണ്. അതുപോലെ വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് കടുംബായുസം, ചെമ്പരത്തിമാല സമർപ്പിച്ചാലും നല്ല സമ്പത്ത് വരും. നെയ്യും കൂടെ സമർപ്പിച്ചാൽ, ഈ നെയ്യ് ഭദ്രകാളിക്ക് കടുംബായുസം, ചെമ്പരത്തിമാല, ഇല്ല ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന, നെയ്യും കൂടെ സമർപ്പിച്ചാൽ അപാരമായ സമ്പത്ത് വരും. കോളമുള്ള ക്ഷേത്രമാണെങ്കിൽ മലരുകൊണ്ട് മീനക്കൂടെ ചെയ്താൽ, വെള്ളിയാഴ്ച ചെയ്താലും, വെള്ളിയാഴ്ചയും കറുത്തവാവും ചെയ്താലും വലിയ സാമ്പത്തികം ഉണ്ടാകും. ഉറപ്പായിട്ടും ഉണ്ടാകും. ഒരു വെള്ളിയാഴ്ച ചെയ്തുകൊണ്ടോ ഒരു കർത്തവാവ് ചെയ്തുകൊണ്ടോ ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. സാധിക്കുന്ന പോലെ ആവർത്തിക്കണം, ആത്മാർത്ഥയോടെ ചെയ്യണം. പിന്നെ നമ്മുടെ പരിശ്രമം കൂടെ വേണം. പിന്നെ ഈ അയ്യപ്പ സ്വാമിയുടെ 18-ാം പടിയുള്ള ഫോട്ടോ വെച്ച് വിശ്വാസത്തോടെ രാവിലെ വൈകിട്ടും കർപ്പൂരം കാണിച്ചാൽ ചെയ്ത വീടുകളെല്ലാം വിശ്വാസത്തോടെ ചെയ്ത എത്രയോ കുടുംബങ്ങളുണ്ട്. വഴക്കും ബഹളവും ദാരിദ്ര്യമായിട്ട് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ചെയ്ത് രക്ഷപ്പെട്ട എത്രയോ അനുഭവങ്ങളുണ്ട്. അതൊക്കെ ചിലതൊക്കെ ഞാൻ എൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഈ പല കാര്യങ്ങളും ഇടയ്ക്ക് ഞാൻ നിങ്ങളോട് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. സമ്പത്ത് വരുന്നവർ ചെയ്യുന്ന ചില പ്രത്യേക കാര്യങ്ങളാണ് പറഞ്ഞത്. വെങ്കടാചലപതിയുടെ ഫോട്ടോ വെച്ച് അതിന് ദിവസവും കർപ്പൂരം കത്തിച്ച് ഗോവിന്ദ ഗോവിന്ദ എന്ന് ജപിക്കുക ഫോട്ടോയുടെ മുന്നിൽ, സമ്പത്ത് വരും. പ്രത്യേകിച്ച് ശനിയാഴ്ച അല്പനേരം കൂടുതൽ ജപിക്കുക, സമ്പത്ത് വരും.
ശബരിമല അയ്യപ്പന് നമ്മൾ ശബരിമലയ്ക്ക് നമുക്ക് പോകാൻ പറ്റിയില്ലേ പോലും പോകുന്നവരുടെ കയ്യിൽ ഒരു ഒരു വിഹിതം, ഒരു സമർപ്പണം, പിടിപ്പണം കൊടുത്തു വിടുക, സമ്പത്ത് വരും. ദിവസവും ഒരു നാണയമോ ഒരു നോട്ടോ ഏതെങ്കിലും കൃഷ്ണക്ഷേത്രത്തിലേക്ക് അന്നദാനത്തിന് വേണ്ടി മാറ്റിവെക്കുക. അത് നിങ്ങൾക്കത് ചെയ്യാനുള്ള പൈസ ആകുമ്പോൾ എപ്പം വേണമെങ്കിലും എടുത്ത് ചെയ്യുക. ഇതിങ്ങനെ ആവർത്തിക്കണം. അത് കൃഷ്ണൻ്റെ എന്നല്ല, ഏത് ക്ഷേത്രത്തിലേക്ക് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പക്ഷേ കൃഷ്ണക്ഷേത്രത്തിലേക്ക് ചെയ്തവർക്ക് ഒരു വലിയ സമ്പത്തുണ്ടായ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഏത് ക്ഷേത്രത്തിലേക്കും ചെയ്യാം. ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഏത് ക്ഷേത്രത്തിലേക്ക് വേണം ചെയ്യാം. അമ്പലപ്പുഴ ചെയ്തവർക്ക് വലിയ സമ്പത്തുണ്ടായ അനുഭവമുണ്ട്. ഞാൻ തന്നെ പറഞ്ഞിട്ട് ദിവസവും ഇങ്ങനെ നാണയം ഒരു തുക മാറ്റി വെച്ചു. അത് അന്നദാനത്തിന് കൊടുത്തു. അന്നദാനത്തിനുള്ള പൈസ ആകുമ്പോഴത്തേന് കൊടുത്തു. അതാകുമ്പോൾ മതി. ദിവസം മാറ്റി വെച്ച അന്നദാനത്തിന് അവിടെ എത്രയാണെന്ന് അന്വേഷിക്കുക കേട്ടോ. നിങ്ങൾ വ്യാഴാഴ്ച ഉണ്ട്, ഞായറാഴ്ച ഉണ്ട്. വ്യാഴാഴ്ച ഇച്ചിരി കൂടെ കൂടുതൽ തുകയാകും, ഞായറാഴ്ച കുറച്ച് തുകയാകത്തുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസം ചെയ്യാം. അതിനുള്ള പൈസ ആകുമ്പോൾ നിങ്ങളുടെ കൊടുക്കയിലല്ലേ നിങ്ങൾ ഒരു ഡെപ്പിക്കകത്ത് ഇടുക, ആ പൈസ എണ്ണണം. ആ തുക ആകുമ്പം അതെടുത്ത് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇങ്ങനെ ചെയ്യുക. അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിയവരുണ്ട്. അപ്പം ഈ സമ്പത്ത് ഉണ്ടാക്കിയവർ ചെയ്യുന്ന ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. മലയാള മാസം ആദ്യ ബുധനാഴ്ച കൃഷ്ണൻ അവൽ, അത് 1 കിലോയോ 2 കിലോയോ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ മനസ്സാ, സമർപ്പിച്ച് ഭഗവാനെ സമ്പത്ത് നൽകണേന്ന് പറഞ്ഞ് വെക്കുക. വെച്ച് കഴിഞ്ഞ് പിന്നെ അതേക്കുറിച്ച് ഉടനെ ചിന്തിക്കരുത്. വെക്കുമ്പോൾ നന്നായിട്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് വെക്കുക. ഇത് മാസത്തിൽ 1 വീതം ആവർത്തിക്കുക. അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ ചെയ്യുക. ഇങ്ങനെ സമ്പത്ത് ഉണ്ടാക്കിയവരുണ്ട്. ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ തന്നെ വീഡിയോ കാണുന്ന ഒരുപാട് ഇപ്പോഴും വലിയ സാമ്പത്തികം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവരുമുണ്ട്. സർപ്പത്തിന് മലയാള മാസം അവസാനത്തെ ദിവസം, അല്ലെങ്കിൽ മലയാള മാസം ആദ്യത്തെ ഞായറാഴ്ച, അല്ലെ മലയാള മാസം അവസാനത്തെ ഞായറാഴ്ച, അല്ലെ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച, ഈ പറയുന്ന അല്ലെങ്കിൽ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന പഞ്ചമി, ഇതിലേതെങ്കിലും ദിവസം, ഇനി എല്ലാം പോട്ടെ, മലയാള മാസം അവസാനത്തെ ദിവസമാണേലും മതി, അല്ലെ മാസത്തിൽ ഏതെങ്കിലും ഒരു ഞായറാഴ്ച. നിങ്ങൾക്ക് ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ 2 രീതി ഓർത്തിരുന്നാൽ മതി. മാസത്തിൽ ഏതെങ്കിലും ഒരു ഞായറാഴ്ച, അല്ലെ മലയാള മാസം അവസാനത്തെ ദിവസം, ഇതിലേതെങ്കിലും ഓർക്കുക. കാരണം എല്ലാം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകാൻ ബുദ്ധിമുട്ട് വരും. നാഗരാജാവിനൊരു നെയ്വിളക്ക്, പിടിപ്പണം, പാൽപ്പായസം, നാഗയക്ഷമയ്ക്കൊരു നെയ്വിളക്ക്, പിടിപ്പണം കയ്യിലുള്ള പോലെ മതി. ചില്ലറയോ നോട്ടോ എന്ത് വേണേലും ആകാം. ഉള്ള പോലെ, നിങ്ങളുടെ ഉള്ള പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് പറഞ്ഞിട്ട് പറയാം. പാൽപ്പായസം, പിടിപ്പണം, നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മാസം തോറും ആവർത്തിക്കണം. ഈ നാഗരാജാവിന് വഴിപാട് നാഗക്ഷേമികം ചെയ്ത വലിയ സമ്പത്തുണ്ടാവും. പല ബിസിനസ്സുകാരും ഇത് ചെയ്യുന്നുണ്ട്. പല ബിസിനസ്സുകാരും, അവരൊന്നും തകർത്തില്ല. ഇങ്ങനെ അയ്യപ്പന്, വെങ്കടാചലപതിക്ക്, ഹനുമാൻ സ്വാമിക്ക്, നാഗദേവതയ്ക്ക്, കൃഷ്ണനെ, ചോറ്റാനിക്കരയമ്മയ്ക്ക്, ഗുരുവായൂരപ്പന്, ഇങ്ങനൊക്കെ ചില രഹസ്യങ്ങളുണ്ട്. ഈ സമ്പന്നര് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി പിടിപ്പണം, നമ്മളിപ്പോൾ ഒരു ദേവന് പിടിപ്പണം സമർപ്പിക്കുന്നു. അത് ആ പൈസയുടെ അളവിലല്ല, നിങ്ങളുടെ മനസ്സിലാണ് അതിൻ്റെ വലിപ്പം. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരുത്തൻ 10 രൂപ ഉള്ളതിലും അത് അയാളെ സംബന്ധിച്ചോളം വലിയൊരു സമർപ്പണമാണ്. മനസ്സൊന്ന് അറിഞ്ഞ് സമർപ്പിച്ചാൽ. ഇനി ഒരു 50 രൂപ സമർപ്പിക്കാൻ കഴിവുള്ള ഒരുത്തൻ 1 രൂപ കൊണ്ട് സമർപ്പിക്കാൻ അതൊരു സമർപ്പണം എന്ന് പറയത്തില്ല. അതൊരു നീതിയില്ലാത്ത സമർപ്പണമാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മുടെ മനസ്സിനനുസരിച്ച് മനസ്സൊന്നറിഞ്ഞ് ഒരു ചെറിയ തുകയോ സമർപ്പിച്ചാൽ പോലും അത് സമർപ്പണമാണ്. പക്ഷെ നീതിപൂർവമായിരിക്കണം. ഇപ്പോൾ ഒരു 100 രൂപ സമർപ്പിക്കാൻ കയ്യിലുള്ളവൻ 2 രൂപ കൊണ്ട് വെച്ചാൽ അത് അവനവനോട് കാണിക്കുന്ന നീതിയല്ല. നമുക്ക് ശക്തിക്കൊത്തതായിരിക്കണം. അവിടെ നമ്മൾ കളിപ്പിക്കാൻ നോക്കരുത്. അതേ ഞാൻ പറഞ്ഞോളൂ. പിന്നെ തിരുമേനിമാർക്ക് മനസ്സ് നിറഞ്ഞു പറ്റുന്ന പോലെ ദക്ഷിണയും കൊടുക്കണം. അതിൻ്റെ അകത്ത് കാര്യമുണ്ട്. കാരണം അപ്പോഴേ ആ കർമ്മം പൂർത്തിയാകത്തുള്ളൂ. നമ്മൾ ചെയ്യുന്ന ഒരു ഫലസിദ്ധി ഉണ്ടാവും. ഇങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചില കാര്യങ്ങളുണ്ട് ഈ സമ്പത്തിന് വേണ്ടി ചെയ്യാവുന്ന. ഇപ്പം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ശരിയെന്ന് തോന്നിയ അനുഭവമുള്ള ചില കാര്യങ്ങൾ പറഞ്ഞാണ്, നല്ല കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് പറ്റുന്നത്. ഒരാൾ തന്നെ എല്ലാം ചെയ്യണമെന്നല്ല. എല്ലാ 1600 മേൽ വീഡിയോ ഉണ്ട്. ഇത് ഒരാൾ എല്ലാം ചെയ്യാനല്ലേ ഈ പറയുന്നത്. നിങ്ങൾ ആവശ്യമുള്ളവർ എഴുതി വെക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇത് ഏതൊരു കാര്യത്തിനുള്ള പരിഹാരമുണ്ട്. നിങ്ങൾക്ക് ഏതൊരു തലമുറകൾക്ക് പോലും പ്രയോജനപ്പെടുത്താം. പിന്നെ
പലർക്കും പല കാര്യം, ലക്ഷക്കണക്കിന് ആളുകളെ വീഡിയോ കാണുന്നത്, പലർക്കും പല കാര്യങ്ങളായിരിക്കും പറ്റുന്നത്. ഒരാൾക്ക് പറ്റുന്ന കാര്യം ഒരാൾക്ക് ചിലപ്പം പറ്റണമെന്നില്ല. അപ്പൊ അവനവനെ കൊണ്ട് പറ്റുന്നത് ഏതാണെന്ന് വെച്ചാൽ ചെയ്യുക, വിശ്വാസത്തോടെ ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ചെയ്യുക, പരിശ്രമിക്കുക. അത്രയോട് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമ. ശിവോഹം. ശിവ ശിവ. ഓം നർപ്പവി നർപ്പവി നർപ്പവി.